എന്റെ ഭാര്യ പ്രസവിച്ചിട്ട് അങ്ങ് പോയി. പണിക്ക് പോയതാണ്. ഈ കുട്ടിക്ക് അമ്മയാവാൻ ഞാൻ തയ്യാറാണ്. ലക്ഷ്മി, എന്റെ ഭാര്യ എന്റെ കുട്ടിക്ക് സ്നാക്കി ഇട്ട് കൊടുത്തില്ല, കൈ കംപ്ലീറ്റ് മൂത്രം ഒഴിച്ചു. നന്നായി. ചേട്ടയുടെ കുട്ടിയുടെ അമ്മ ഞാനാവാം. ഏത് കുറ്റി? അതിനെ മസിൽ കയറ്റി ഞെരിക്കരുത് ഇങ്ങനെ. എന്റെ കുട്ടി ഉറക്കത്തിൽ കരയാറില്ല. എന്താ അജ്നബി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നാ? തങ്കുന് കൊച്ചിനെടുക്കാറില്ല. തങ്കൂനറിയില്ല, ടീമിനറിയില്ല. ടീമിന് ഭയങ്കര ചമ്മല് പോലെയാ. ഒന്ന് കൊടുക്കാം. രണ്ടുപേർക്ക് കൊച്ചിനെടുക്കാറിഞ്ഞൂടാ. രണ്ടുപേരും. ബാക്കി എല്ലാ അച്ഛന്മാരും ഭയങ്കര രസമായിട്ട് ക്യൂട്ടായിട്ട് കുഞ്ഞാമ എടുത്തു. കുട്ടി ഇങ്ങനെ ടീം ഒരു കൊച്ചിന്റെ പിറന്നാളിന് ഗിഫ്റ്റ് കൊണ്ടുപോകുമ്പോഴേ കൊച്ചിനെ കൊണ്ടുവന്നത്. ടീം മൊമെന്റോ സ്വീകരിക്കുന്ന പോലെ തല എപ്പോഴും ചേർത്ത് പിടിക്കണം. ബൊക്ക പിടിച്ചേക്കുന്ന പോലാണ്. ശരിക്കും ആ കണ്ണുകൾ, തങ്കുന്റെ അതേ കണ്ണ്. അല്ല, എനിക്ക് അതിൽ സംശയമുണ്ട്. എനിക്ക് അനുവിന്റെ അതേ മൂക്ക്, ആ കള്ളലക്ഷണം, അത് നിങ്ങൾ രണ്ടുപേരും അച്ചിട്ട്. എന്റെ കൊച്ചിന് ആരുടെ ചായ ഉള്ളത്? മുഖച്ചായ ഇല്ലെന്ന്. എന്റെ കൊച്ചായില്ലേ? ഇല്ലെന്ന്. എന്റെ കൊച്ചല്ലേ? അതെനിക്കറിയില്ല. പരിപാടി കുറച്ചേ എടുക്കണം അങ്ങോട്ട്. ഡെയിലി പരിപാടി പിടിച്ച ഇതെന്റെ കയ്യിൽ തന്നിട്ട് അനു പറഞ്ഞ് കൊഞ്ചിക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ കുറച്ച് നാള് വീട്ടിലില്ലായിരുന്നു. അപ്പൊ ഇത് കൊഞ്ചിച്ചതല്ല, ഇത് എന്നെ കൊഞ്ചിച്ചതെന്നാണ് തോന്നുന്നു. നോക്കട്ടെ, മ്യൂസിക് പ്ലീസ്. അതുപോലും അവതാളത്തിലാണ് ചെയ്യുന്നത്. തങ്കച്ചന് കുട്ടിയുടെ കളറിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അല്ലടാ, അതൊന്നും കുഴപ്പമില്ല. ഞാൻ എന്റെ കൊച്ചിനെ കുങ്കുമപ്പൂ കൊടുത്തു അല്ലേ മക്കളെ? അതിന് ചാരായ കൊടുക്കായിരുന്നു. അത് കേട്ടാ ലക്ഷ്മി എന്റെ കൊച്ചു പറയണേ മമ്മയും ഉമ്മ കൊടുക്കണമെന്ന്. കൊച്ചു പറയണ ഡാഡിക്കുപ്പം കൊടുക്കണമെന്ന്. ഇതൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചെടുക്കണളിയാ? തങ്കച്ചൻ ഒരു വർഷമായിട്ട് ഇനിയും ദാടി വന്നിട്ടില്ലല്ലോ. കൊച്ചേ, ഈ ബിനീഷ് ബാസിന്റെ കൊച്ച് ഡാഡിന്നല്ല വിളിച്ചേ, താഴെ നോക്കിയപ്പോ താടിന്നാ വിളിച്ചേ. പക്ഷെ ഞാൻ പറഞ്ഞു അതിന് കൊച്ചുനെ ഇനിയും താടി വന്നിട്ടില്ലല്ലോ. നല്ല കൗണ്ടർ ആയിരുന്നു അത്. ഒന്ന് ചിരിച്ചോളൂ, ഒരു ഫാമിലി ഫോട്ടോ എടുക്കാം. ഇത് എല്ലാം ഒരു തന്തയുടെ കൊച്ചാണ്, ഒറ്റണത്തിൽ മുടിയില്ലാത്ത പിള്ളേ. റെഡി, 1 2 3. ഒരു കല്യാണം സൈഡ് വരെ ഒത്തു തന്നെയാണ്. അത് ഇതിലങ്ങ് പോയി കിട്ടും. നിങ്ങളുടെ രണ്ടാമത്തെ കുട്ടി ലോഡിംഗ് ആണോ? അതെ അതെ, ലോഡിംഗ് ആണ്. പിന്നെ അത് മാത്രല്ല, ഈ കുട്ടിക്ക് അതേ പൊക്കിളാ കിട്ടിയിരിക്കുന്നത്. അത്ഭുതം. ഭാര്യ പ്രസവിച്ചപ്പോ അച്ഛൻ ഗർഭിണിയായി. ഇവ എന്താണ് ഒരു ചേഞ്ച് ആഗ്രഹിച്ചോ? തീർച്ചയായിട്ടും. ഇവിടെ ബാക്കിയുള്ളവർക്കെല്ലാം സിംഗിൾ കുട്ടിയായപ്പോൾ എനിക്ക് കിട്ടിയത് ഇരട്ട കുട്ടികളാണ്. കൊച്ചു നിളയും കൊച്ചിന്റെ തള്ള കളയും. തങ്കച്ചന് കുഞ്ഞുണ്ടായത് നേരത്തെ ഇവിടെ ഫോട്ടോ എടുത്ത് വെച്ചായിരുന്നു ഒരെണ്ണം. സ്റ്റാർ മാജിക്കില് നമ്മൾ ഇന്നൊരു ഗെയിമിലേക്ക് പോവാൻ പോവാണ്. മൂവിങ് ഓൺ ടു ദ ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ഇരട്ട കുട്ടികളുടെ അച്ഛൻ. ഈ ഇരട്ട കുട്ടികളുടെ അച്ഛൻ എന്ന് പറഞ്ഞ ഒരു ഗെയിം എങ്ങനെ കളിക്കേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. രണ്ട് ടീം ഒരുമിച്ചായിരിക്കും കളിക്കണ്ടായിരിക്കുക. മെയിൻലി അച്ഛന്മാർക്കാണ് ഇതിൽ ഇമ്പോർട്ടന്റ് റോള്. ഓക്കെ, അപ്പോ അവിടെ നിന്ന് കണ്ണ് കെട്ടി കഴിഞ്ഞിട്ട് അമ്മമാര് ബാക്കിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് പറയും. അച്ഛന്മാരെപ്പം എന്ത് ചെയ്യും? ഇവിടെ ഓരോ കളർ, നമ്മൾ 2 കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, ഒന്ന് പിങ്കും ഒന്ന് റെഡും. ഈ ടീമിന് ഇപ്പൊ പിങ്ക് തൊട്ടിലാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇവർ കണ്ണ് കെട്ടിയിട്ട് ലൈക്ക് അമ്മ പറയുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ഈ ബേബിയെ കൊണ്ടുവരണം. അങ്ങനെ ഇതിൽ ഓരോ ഫാമിലിക്കും ഇരട്ട കുട്ടികളായിരിക്കും ഉണ്ടാവുക. ഓരോ ടീമിൽ നിന്നും ഓരോരുത്തര്, അതായത് അച്ഛന്മാര് വന്നിട്ട് ഇൻസ്ട്രക്ഷൻസ് പ്രകാരം കറക്റ്റ് ആയിട്ട് അവരുടെ ബേബിയെ ആ കളർ ഏതാണോ അതിൽ നിന്ന് ഫിക്സ് ചെയ്തിട്ടുള്ള കളറിൽ നിന്ന് ആ ഒരു ബേബിയെ എടുത്തിട്ട് തിരിച്ച് നമ്മൾ കൊണ്ടുപോയി തൊട്ടിലിൽ പ്ലേസ് ചെയ്യണം. ഇരട്ട കുട്ടികളുടെ അച്ഛൻ ഈ ഗെയിം എല്ലാ ഇരട്ട കുട്ടികളുള്ള ഫാമിലിക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഭയങ്കര രസമായിരിക്കും അല്ലേ വീട്ടില്? അപ്പോൾ ഈ ഒരു ഗെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2 ടീമിനും ഓരോ ഇൻഡിവിജ്വൽ കളേഴ്സ് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. സുമയുടെ ടീമിന് നമ്മൾ കളർ പറയുന്നത് ഇറ്റ്സ് പിങ്ക്. സ്വാഭാവികമായിട്ടും ഇവിടെ ദിസ് കളർ ഡിഫൈൻസ്
റെഡ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ടീം ക്യാപ്റ്റൻസിന്റെ പ്രത്യേകം ശ്രദ്ധയ്ക്ക് ഇവിടെ റെപ്പ് ചെയ്യുന്നു റെഡ് കളർ. ധന്യ, മേരി വർഗീസ് ആൻഡ് ജോൺ ചേട്ടാ പിങ്ക് ആണ്. എന്തെങ്കിലും ടീമിനോട് പറയാനുണ്ടോ, അല്ലെങ്കിൽ മൈക്കിലൂടെ ഓപ്പോസിറ്റ് ടീമിനെ വെല്ലുവിളിക്കാനുണ്ടോ? ഭാര്യ എന്ന് പറഞ്ഞ ഒരു കൺസിഡറേഷനും ഇല്ല, ഞങ്ങൾ ജയിക്കാനേ നോക്കൂ. ആ, അടിപൊളി. ഭാര്യയൊക്കെ വീട്ടില്. ശരി, മൃദുല യുവ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ടോ? അല്ല, നമ്മള് ഒരു പ്രസവം കഴിഞ്ഞുകൊണ്ട് ഇനിയൊന്നും പറയാനില്ല. നമ്മുടെ പ്രസവം, ഭാര്യയുടെ പ്രസവം. അതെ, പുതിയ തലമുറ നമ്മൾ വി ആർ പ്രഗ്നന്റ് എന്നാണ് പറയുന്നത്. ഓ, ഐ സീ. ആണോ? റിയൽ ആയിട്ട് ഒരു ബിയർ വി ഞാൻ തെറ്റിയറിച്ചു ബിയറാന്ന് ഓർത്ത്. ആ ശരി, ഇപ്പൊ മനസ്സിലായില്ലേ, വി ആണ്. ഇരിയോടെ ബിയര് കുടിച്ചാലും വരും പ്രഗ്നൻസി. വയറുചാടും. ബീർ കുടിച്ച പ്രഗ്നൻസി ഉണ്ടാവില്ല, വയറ് ചാടും. ബീർ കുടിച്ചിട്ട് ഭർത്താവ് വരണം, അപ്പൊ പ്രഗ്നൻസി ഉണ്ടാവും. ഏട്ടാ, സുബേഷ്, റിയൽ ആയിട്ടൊരു ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്, റിയൽ ആയിട്ടുള്ള ഒരു കുട്ടി വീട്ടിൽ ഇരിപ്പുണ്ടെന്ന് ആലോചിക്കുക. അവിടെ കാണുന്ന ഭാര്യയെ ആക്കരുത്, കുട്ടീനെ ഒറിജിനൽ ആക്കരുത് കേട്ടോ. ഇല്ല ഒരിക്കലും ഇല്ല. പിന്നെ കണ്ണ് കെട്ടിക്കഴിയുമ്പോഴത്തേനും ചിലപ്പം തെറ്റിപ്പോവാൻ സാധ്യത ഉണ്ട്.